ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എംപീരിയൻ സീരീസിനെ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ടാണ്. സോ നിങ്ങൾ ഫോർത്ത് വിങ് വായിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഫോർത്ത് വിങ്ങിനെ പറ്റി പറയുന്നത് വരെ യു ഷുഡ് സ്റ്റേ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ക്വിറ്റ് ഓർ യു ക്യാൻ സ്റ്റേ വാട്ട് എവർ യു ലൈക്ക്. അപ്പോൾ ഇതിൽ ഞാൻ മൈൽഡ് സ്പോയിലേഴ്സ് പറയുന്നതായിരിക്കും, ലൈക്ക് ഫോർത്ത് വിങ്ങിലുള്ളത്. എന്നാലും എനിക്ക് അയൺ ഫ്ലെയിമും ഒനിക് സ്റ്റോമും കുറച്ച് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. വലിയ വലിയ പ്ലോട്ട് ട്വിസ്റ്റ് ആയിട്ടുള്ളതൊന്നും ഐ വോണ്ട് ബി ഡിസ്ക്ലോസിങ് ഇൻ ദിസ് വീഡിയോ. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫോർത്ത് വിങ് ഞാൻ വായിച്ചത് ഐ തിങ്ക് 1 year back ആണോ 2 year back ആണോ അറിയില്ല, റിലീസ് ചെയ്ത ആ ഒരു സമയത്താണ് ഞാൻ വായിച്ചത്. ആൻഡ് ഇറ്റ് വാസ് എന്താ പറയുക, അത്രയും ഹൈപ്ഡ് ആയ ഒരു ബുക്കായിരുന്നു. ഞാൻ ഒരു ബുക്ക് ഇത്രയും ഹൈപ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല. അത്രയും ഹൈപ്പായ ഒരു ബുക്കായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് വർത്തി ദ ഹൈപ്പ്. കാരണം ഫോർത്ത് വിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മൾ ഒരിക്കലും ബോറടിപ്പിക്കില്ല, ലൈക്ക് കോൺസ്റ്റൻ്റ്ലി സംതിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. അത് ടോട്ടലി ആ ഒരു അഡ്വാൻറ്റേജ് ലൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇൻ അയൺ ഫ്ലെയിം ആൻഡ് ഒനിക് സ്റ്റോം. സോ ഫോർത്ത് വിങ് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യു ക്യാൻ ഡു ദാറ്റ്. ബട്ട് ഫോർത്ത് വിങ്ങിൻ്റെ എൻഡിൽ ഒരു ചെറിയൊരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. ലൈക്ക് നമ്മൾ ആ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓതർ ഇട്ട ഒരു ചെറിയൊരു ഹുക്ക്. ബട്ട് അത് അത്രയും വലിയൊരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ നിങ്ങളത് വായിക്കുമ്പോൾ യു വിൽ ഫീൽ ലൈക്ക് ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് വായിക്കുമ്പോൾ യു വിൽ ഫീൽ ലൈക്ക് ഐ നീഡ് ടു റീഡ് ദ സെക്കൻഡ് ബുക്ക്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ്. അത് റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോർത്ത് വിങ് ഈസ് ദ ബെസ്റ്റ് സ്റ്റാൻഡ് അലോൺ ഫാൻറ്റസി. സോ ഫോർത്ത് വിങ്ങിലെ മെയിൻ ക്യാരക്ടറാണ് വയലറ്റ് സോറിംഗെയിൽ. അപ്പോൾ വയലറ്റ് സോറിംഗെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഫ്രാജൈൽ, കൈൻഡ്, യങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇതിൽ വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ ഒരു വാർ സ്കൂളാണുള്ളത്. വാർ സ്കൂൾ, വാർ കോളേജ്, വാട്ട് എവർ ഇറ്റ് ഇസ്, അതിൻ്റെ പേരാണ് ബസ്ഗായത്ത്. അപ്പോൾ ഈ ഒരു ലോകത്ത്, ഈ ഒരു വേൾഡിൽ ഒരുപാട് ക്വാഡ്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റ് സെലക്ട് ചെയ്യാം. സോ സ്ക്രൈബ് ക്വാഡ്രൻ്റ് ഉണ്ട്, അത് കുറച്ച് റിസർച്ച് റിലേറ്റഡ് ആണ്. അതുപോലെ ഹീലിംഗ് ക്വാഡ്രൻ്റ് ഉണ്ട്, അവിടെ നമുക്ക് ഹീലേഴ്സിന് ഡോക്ടർ എന്നുള്ള ആ ഒരു ലെവൽക്കുള്ളത്. പിന്നെ അതുപോലെയുള്ളതാണ് റൈഡർ ക്വാഡ്രൻ്റ്. റൈഡർ ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവരുടെ ആർമി, അവരുടെ പവർ, അതാണ് റൈഡർ ക്വാഡ്രൻ്റ്. അപ്പോൾ റൈഡർ ക്വാഡ്രൻറ്റിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ലൈക്ക് ഇറ്റ്സ് എന്താ പറയുക, ഒരു സർവൈവൽ കൈൻഡ് ഓഫ് തിങ് ആണ്. നമ്മളൊരു വീക്ക് പേഴ്സൺ ആണെങ്കിൽ നമ്മളവിടെ പിടിച്ചു നിൽക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്, കാരണം ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. സോ റൈഡർ ക്വാഡ്രൻറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചെറുപ്പം തൊട്ടേ ട്രെയിൻഡ് ആണ്, ലൈക്ക് ടു ഫൈറ്റ് ഇൻ എ ബാറ്റിൽ. ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് മെൻ്റലിയും ഫിസിക്കലിയും ട്രെയിൻഡ് ആണ്. ബട്ട് വയലറ്റ് സോറിംഗെയിൽ സ്ക്രൈബ് ക്വാഡ്രൻറ്റിൽ പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. കാരണം ഷീ ലൈക്സ് ബുക്സ്, ഷീ ലൈക്സ് റിസർച്ചിങ്, അതൊക്കെ. ബട്ട് അവളുടെ അമ്മ ഒരു റൈഡർ ക്വാഡ്രൻറ്റിൻ്റെ ജനറലാണ്. ലൈക്ക് ജനറൽ എന്ന് പറഞ്ഞാൽ വലിയൊരാളാണ്. സോ അതുകൊണ്ട് തന്നെ അവളുടെ മദർ അവളെ ഫോഴ്സ് ചെയ്യാണ് ടു ഗോ ഇൻ ടു റൈഡർ ക്വാഡ്രൻറ്റ്. അതും ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ. അതുകൊണ്ട് തന്നെ ഷീ ഈസ് നോട്ട് ട്രെയിൻഡ് ആസ് എ റൈഡർ. ആൻഡ് അവൾ ആ ഒരു ക്വാഡ്രൻറ്റിലേക്ക് പോകാനുള്ള ഒരു ട്രെയിനിങ്ങും അവൾക്ക് കിട്ടിയിട്ടില്ല. ഷീസ് ലൈക്ക് ആ ലാസ്റ്റ് മിനിറ്റിൽ എടുത്തൊരു തീരുമാനം പോലെയാണ് റൈഡർ ക്വാഡ്രൻറ്റിൽ പോകുന്നത്. അങ്ങനെയാണ് വയലറ്റ് ഈ ഒരു ക്വാഡ്രൻറ്റിൽ എത്തുന്നത്. പിന്നെ അവൾ നേരിടുന്നത് ഒരുപാട് ചാലഞ്ചസ്. അത് കഴിഞ്ഞ് ഷീ മീറ്റ്സ് ക്സെയ്ഡൻ ആണ് നമ്മുടെ മെയിൽ ക്യാരക്ടർ. അപ്പോൾ ക്സെയ്ഡൻ ആ ഒരു ക്വാഡ്രൻറ്റിൽ വലിയ തേർഡ് വിങ്ങിൻ്റെ ലീഡറാണ്. അപ്പം മൊത്തത്തിലുള്ളൊരു ലീഡറാണ് ക്സെയ്ഡൻ. അങ്ങനെ ക്സെയ്ഡനുമായിട്ട് അവൾ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് റൈഡേഴ്സ് ഫേസ് ചെയ്യുന്നൊരു ചാലഞ്ചാണ് ത്രഷിങ്. അപ്പോൾ ത്രഷിങ്ങും കൂടെ കഴിഞ്ഞാലാണ് ആ ഒരു വ്യക്തി റൈഡറായി മാറുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺസുമായിട്ട് ബോണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ത്രഷിങ്. സോ ഒരു ഡ്രാഗൺ നമ്മളെ ചൂസ് ചെയ്യണം. നമ്മൾ അത്രയും സ്ട്രോങ് ആയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഫോം ചെയ്താലേ ഈ ഡ്രാഗൺസ് നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഡ്രാഗൺസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വി കാൺ ബി എ റൈഡർ. ആ ഒരു റൈഡറിന് ഒരു ഡ്രാഗൺ ഉണ്ടായിരിക്കും. ആ ഡ്രാഗണും റൈഡറും തമ്മിലൊരു എന്താ പറയുക, ഒരു ആത്മീയമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ആൻഡ് ദേ ക്യാൻ ടോക്ക് ത്രൂ ദെയർ മൈൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് വേൾഡ് ബിൽഡിങ്ങിൽ സംഭവിക്കുന്നത്. ഫോർത്ത് വിങ്ങിലെ വയലറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു സ്റ്റോപ്പ്, ബിക്കോസ് അത്രയും പറയാനുണ്ട്. ഫോർത്ത് വിങ്ങിലെ വേൾഡ് ബിൽഡിംഗ് വാസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദ ബുക്ക്. ലൈക്ക് അതൊരു 5 star ആണ്. ബട്ട് Fourth Wing was a 4.2 star read for me because of Violet.
അപ്പോൾ വയലറ്റ് എന്ന് പറയുന്നത് അത്രയും ഇറിറ്റേറ്റിംഗ് ഒന്നുമല്ല, ബട്ട് ആ ഒരു ക്യാരക്ടറിന് അവളുടെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ലൈക്ക് അവൾ അങ്ങനെ ഒരിക്കലും ആ ഒരു ക്വാഡ്രന്റിൽ എൻ്റർ ചെയ്യേണ്ടതായിരുന്നില്ല. വയലറ്റ് കുഡ് ഹാവ് സം എന്താ പറയുക ഇംപ്രൂവ്മെൻറ്റ്. ലൈക്ക് അവൾക്ക് ആ ഒരു ട്രെയിനിങ് ഷീ കുഡ് ഹാവ് ട്രെയിൻഡ് ഓർ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് ശ്രമിക്കണമായിരുന്നു. ലൈക്ക് എല്ലാ സിനേരിയോയിലും നമ്മൾ കാണുന്നത് വയലറ്റിനെ ഈ മെയിൽ ക്യാരക്ടർ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഡെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് മൊത്തത്തിൽ അവളെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അവൾക്ക് എല്ലാം സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവൾ ആ ഒരു ഇതിൽ സർവൈവ് ചെയ്യുന്നത് തന്നെ. സോ ആ ഒരു കാര്യം എനിക്ക് അത്രയും ഇഷ്ടമായിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ മെയിൻ ക്യാരക്ടർ വയലറ്റാണ്. ആൻഡ് വയലറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ഫോർ അസ് ടു എൻജോയ് ദ ബുക്ക്. അപ്പോൾ ചിലവർക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം വളരെ നൈവായിട്ടുള്ളൊരു യങ് ക്യാരക്ടറിനെ എന്താ പറയുക മെയിൽ ആയിട്ടുള്ള സ്ട്രോങ് ക്യാരക്ടർ വന്ന് ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് അത് കാരണം അവർ തമ്മിലുണ്ടാകുന്ന റിലേഷൻഷിപ്പ്, ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിലവർക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നും. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് തീരെ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബുക്കിന് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റരുത്. ബട്ട് വേൾഡ് ബിൽഡിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ സോ കൂൾ. കാരണം റൈഡറും ഈ ഒരു ഡ്രാഗണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ മൈൻഡ്, അതൊക്കെ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരുന്നു. എൻഡിങ്ങിൽ കുറച്ചൊരു ആക്ഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ആക്ഷൻ പാക്ഡ് ആണ് എൻഡിങ്. ആൻഡ് അറ്റ് ദ എൻഡ് ലാസ്റ്റ് വെരി ലൈൻ വി ഗെറ്റ് എ പ്ലോട്ട് ട്വിസ്റ്റ്. അപ്പോൾ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് കാരണം വിൽ ബി ഫോഴ്സ്ഡ് ടു പിക്ക് അപ്പ് ദി സെക്കൻഡ് ബുക്ക്. ഇനി ഒരാൾ റൈഡറായി കഴിഞ്ഞാൽ ആ ആൾക്ക് ഈ ഒരു ഡ്രാഗൺ വഴി കുറച്ച് പവർ കിട്ടും. ആ പവർ വെച്ചിട്ട് ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ള പവറാണ്. സോ അതിനെയാണ് സിഗ്നറ്റ് എന്ന് പറയുന്നത്. സോ ഓരോരുത്തർക്കും ഓരോ യുണീക്ക് പവറാണ്. സോ ഫോർത്ത് വിങ്ങിലാണ് ആ ഒരു സ്പോയിലർ, ലൈക്ക് നമ്മുടെ വയലറ്റിൻ്റെ സിഗ്നറ്റ് എന്താണെന്നുള്ളത്. സോ നിങ്ങൾ ഫോർത്ത് വിങ് വായിച്ചിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ആൻഡ് റീഡ് ഇറ്റ് ടു നോ എന്താണ് അവളുടെ പവർ. ഒരു ഫോർത്ത് വിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആസ് ഐ ഹാവ് സെയ്ഡ്, ലൈക്ക് കോൺസ്റ്റൻ്റ്ലി ഓരോ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോറടിക്കാനുള്ളൊരു എലമെൻ്റ് ഇല്ല. ഞാൻ ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അഡ്രിനാലിൻ റഷ് അതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ദ ബുക്ക് ഉണ്ടാവും. സോ ഇഫ് യു ഹാവ് ഇൻ റെഡ് ഫോർത്ത് വിങ്, ഗോ ആൻഡ് റീഡ് ഇറ്റ്. എന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ബിക്കോസ് അയൺ ഫ്ലെയിമും ഒനിക്സ് സ്റ്റോമും ഞാൻ പറയുമ്പോൾ എങ്ങനെയായാലും ഫോർത്ത് വിങ്ങിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് അയൺ ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർത്ത് വിങ് എൻഡ് ചെയ്ത സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അയൺ ഫ്ലെയിമിൽ ആ ഒരു ഫസ്റ്റിന് ആ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. ലൈക്ക് ഈ ഒരു ഇതിലുണ്ടായ ഈ ഒരു ഫസ്റ്റ് ഫോർത്ത് വിങ്ങിൻ്റെ എൻഡിങ്ങിലുണ്ടായ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അയൺ ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ന്യൂ ക്യാരക്ടേഴ്സ് ആഡഡ് ആയിരിക്കും. അതുപോലെ വയലറ്റും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് റൈഡക്, സോയർ ഒക്കെ. അപ്പോൾ അവരുമായിട്ടുള്ള അവളുടെ ബോണ്ടിങ് അതൊക്കെയാണ് കൂടുതലും ഈ ഒരു ബുക്കിലുള്ളത്. സോ വയലറ്റിന് ഇപ്പോൾ ഒരു സീക്രട്ട് ഉണ്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിനോട് അവൾക്കത് പറയാൻ പറ്റില്ല. ആ സീക്രട്ട് എന്ന് പറയുന്നത് ഡാർക്ക് വീൽഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു സീക്രട്ട്. ബട്ട് ആ ഒരു കാര്യം ഈ എല്ലാ റൈഡേഴ്സിൽ നിന്നും വലിയ ആൾക്കാരൊക്കെ മറച്ചു വെച്ചൊരു കാര്യമാണ് ഇങ്ങനൊരു ഡാർക്ക് വീൽഡേഴ്സ്, ലൈക്ക് ഒരു മോൺസ്റ്റേഴ്സ് പോലെ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് ഇവൾക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്ത കാരണം തന്നെ അവളും ഫ്രണ്ട്സും തമ്മിലൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ റൊമാൻസ് എന്ന് പറയുന്നത് വയലറ്റും സെയ്ഡനും തമ്മിൽ കംപ്ലീറ്റ്ലി ആദ്യം മിണ്ടും പിന്നെ തെറ്റും, മിണ്ടും തെറ്റും, മിണ്ടും തെറ്റും. കാരണം അവർ തമ്മിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. കാരണം സെയ്ഡന് കുറേ കാര്യങ്ങൾ അവളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട്. അതേ കാര്യമാണ് അവളുടെ ഫ്രണ്ടിനോടും ചെയ്യുന്നത്. ആൻഡ് അവൾ എപ്പോഴും ലൈക്ക് എന്താ പറയുക, വയലറ്റ് എപ്പോഴും സെയ്ഡനെ ഇതാക്കണോ, ലൈക്ക് നീ എന്നെ നിന്ന് മറച്ചു വെച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട്. അപ്പോൾ സെയ്ഡൻ ഇസ് ലൈക്ക് എന്താണ്, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഇതിലാണ് അവരുടെ റൊമാൻസ് പോകുന്നത്. ഇപ്പോൾ സെക്കൻഡ് ബുക്കിൽ നമ്മൾ വയലറ്റ് സെക്കൻഡ് ഇയറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഒരു ഡ്രാഗണിനെ എങ്ങനെയാണ് അവൾ റൈഡ് ചെയ്യേണ്ടത്, ലൈക്ക് അവൾ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഫ്ലൈറ്റ് എടുക്കേണ്ടത്, പിന്നെ അവിടുന്ന് വീഴാതെ സൂക്ഷിക്കേണ്ടത്, അതൊക്കെയാണ് അവരതിൽ കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നത്.
പിന്നെയാണ് ഈ ഡാർക്ക് വീൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയുന്നതും ആൻഡ് അതുമായിട്ടുള്ളൊരു വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇതുവരെ ഈ റൈഡേഴ്സിനെ എല്ലാവരും പറഞ്ഞു ധരിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ എനിമി ഗ്രിഫൻസ് ആണെന്നായിരുന്നു. അപ്പോൾ ഗ്രിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈഡേഴ്സിൻ്റെ അതേപോലത്തെ വേറെ ആൾക്കാരാണ്. അവർക്കും ഇതുപോലെ ഒരു ഡ്രാഗൺ പോലത്തെ ഒരു സാധനമുണ്ട്. സോ അവരെ ഫ്ലയേഴ്സ് എന്നുമാണ് പറയുക, ഇവർ റൈഡേഴ്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇവർ വിചാരിച്ചിരുന്നത് ഇവരുടെ എനിമി ഈ ഒരു ഗ്രിഫൻസ് ആണെന്നാണ്. ബട്ട് ഇവർ രണ്ടുപേരുടെയും കോമൺ എനിമിയാണ് ആര്? ഡാർക്ക് വീൽഡിങ്സ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അലൈസ് ആയി മാറുകയാണ് ഈ ഒരു ബുക്കിൽ ടു പ്രൊട്ടക്ട് ദെയർ പീപ്പിൾ ഫ്രം ഡാർക്ക് വീൽഡേഴ്സ്. അതൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് ബുക്കിൽ ഫോക്കസ്ഡ് ആണ്. സെക്കൻഡ് ബുക്കിൻ്റെ എൻഡിങ് വായിച്ചിട്ട് ഐ വാസ് so emotional. I really loved second book's ending. കാരണം അതുവരെ കാര്യമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ലൈക്ക് ഫോർത്ത് വിങ്ങിലെ പോലെ ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റ് ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഒരു മിനിമൽ സ്കെച്ചിലായിരുന്നു ആ ഒരു അയൺ ഫ്ലെയിം കംപ്ലീറ്റ്ലി പോയിരുന്നത്. വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല, എന്നാൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ബട്ട് അതിനൊന്നും വലിയ ഇമ്പാക്റ്റ് ഇല്ല, അങ്ങനെയായിരുന്നു. ബട്ട് എൻഡിങ് വാസ് സോ ഇമോഷണൽ ആൻഡ് ഐ റിയലി ലവ്ഡ് ദ പ്ലോട്ട് ട്വിസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഒരു പേജിൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉണ്ട്. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഫാൻറ്റസി ഒരുപാട് വായിച്ചിട്ട് ആൾക്ക് they can see it coming, but fantasy വായിക്കാത്തവർക്ക് that will be a very shocking and surprising plot twist. So ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റിലാണ് സെക്കൻഡ് ബുക്ക് എൻഡ് ചെയ്യുന്നത്. ഇനി തേർഡ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റിന് ജസ്റ്റ് ആഫ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റിൻ്റെ കംപ്ലീറ്റ് ആഫ്റ്റർ എഫക്റ്റ് ആണ് തേർഡ് ബുക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത്. പിന്നെ സെക്കൻഡ് ബുക്കിൻ്റെ അതേ പേസിങ് പോലെ തന്നെ ലൈക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല എന്നാൽ സംഭവിക്കുന്നുണ്ട്. ഇവരിങ്ങനെ കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്യണം എങ്ങനെ ഡാർക്ക് ബിൽഡേഴ്സിനെ ഇവർ ഇതാക്കും. പക്ഷെ അവർക്ക് പറ്റുന്നില്ല, ബിക്കോസ് ദേ ആർ സോ പവർഫുൾ. ആൻഡ് ഇവർക്ക് കാര്യമായിട്ട് നമ്പറില്ല, അത്രയും നമ്പേഴ്സ് ഇല്ല. സോ ഇവർ പിന്നെ വയലറ്റിൻ്റെ ഫ്രണ്ട്സും കൂടെ അന്വേഷിച്ച് നടക്കുകയാണ് ലൈക്ക് ടു ഗെറ്റ് അലൈസ്. കാരണം അവരെ കുറച്ചും കൂടെ പവർഫുൾ ആക്കാൻ, സോ ദാറ്റ് ദേ ക്യാൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡാർക്ക് വീൽഡേഴ്സ്. അവരെ കൺവിൻസ് ചെയ്യുക, അലൈസ് ഉണ്ടാക്കുക, അതൊക്കെയാണ് തേർഡ് ബുക്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ബുക്കിലൊക്കെ കംപ്ലീറ്റ്ലി വയലറ്റിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആസ് എ ക്യാരക്ടർ. അവൾ കുറച്ചും കൂടെ ബോൾഡ് ആവുന്നുണ്ട്, കുറച്ചും കൂടെ എന്താ പറയുക, അവൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ഈ ഒരു നരേഷൻ കേൾക്കുമ്പോൾ ഞാൻ ഓഡിയോ ബുക്കായിട്ടാണ് ബുക്ക് വായിച്ചപ്പോൾ നരേഷൻ കേൾക്കുമ്പോൾ ആ ഒരു നറേറ്റ് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, വിച്ച് ഇസ് നോട്ട് ഈവൻ സെറ്റ് ഫോർ എന്താ പറയുക നമ്മുടെ മെയിൻ ക്യാരക്ടർ വയലറ്റിന്. കാരണം വയലറ്റ് ആക്ഷൻസിൽ അവൾക്ക് തീരെ ആറ്റിറ്റ്യൂഡ് ഇല്ല, ഭയങ്കര ഡയലോഗ് അടിക്കും. ബട്ട് അവൾ ആക്ഷൻസൊക്കെ വരുമ്പോൾ അവൾ ഭയങ്കര എന്താ പറയുക ഒന്നും അല്ലാത്ത പോലെയൊക്കെ തോന്നില്ലേ. സോ ആ നെറേറ്ററിൻ്റെ ആ ഒരു ഭയങ്കര എന്താ പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ആ ഒരു വേ ഓഫ് നറേഷൻ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു. കാരണം അത് കംപ്ലീറ്റ്ലി വയലറ്റിൻ്റെ ഒരു ക്യാരക്ടർ അല്ല. ഒരു സെക്കൻഡ് ബുക്കും തേർഡ് ബുക്കും ഒക്കെ വായിക്കുമ്പോൾ ലൈക്ക് വയലറ്റിന് കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആൻഡ് വയലറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടും തീയിൽ ചാടും, എന്നിട്ട് ചിന്തിക്കുള്ളൂ അയ്യോ ഞാൻ തീയിൽ ചാടി, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സ്റ്റുപ്പിഡ് ബ്രേവ് ആണ്, ഷീ സ്റ്റുപ്പിഡ്. ആൻഡ് മറ്റുള്ള കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ത്രൈവാണ്. അപ്പം അത് കാരണം തന്നെ അവൾ ഓരോ പൊട്ടത്തരം കാട്ടും, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അവളെ സേവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷന് അവൾ ഉണ്ടാക്കും. സോ അതൊക്കെ എന്നെ ബഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തേർഡ് ബുക്കിൽ അത് കുറച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. തേർഡ് ബുക്കിൽ പറയുന്നുണ്ട് ലൈക്ക് അത് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, കുറച്ച് അവർ എടുത്ത് പറയുന്നുണ്ട് ലൈക്ക് വയലറ്റിൻ്റെ ഒരു സ്വഭാവം. ദർ ഇസ് എ സ്മോൾ സീൻ ലൈക്ക് സെയ്ഡന് വാറ് ഒഴിവാക്കിയിട്ട് വാറിൻ്റെ ഇടയിൽ അത് ഒഴിവാക്കി വയലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് സെയ്ഡന് എന്താ പറയുക, ദാറ്റ് വാസ് ലൈക്ക് മേ ബി ചില ആംഗിളിൽ നോക്കുകയാണെങ്കിൽ അയ്യോ നടീനെ രക്ഷിക്കാൻ വരുന്ന നടൻ വാർ ഒഴിവാക്കിയിട്ട് അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ചിന്തിക്കാം ലൈക്ക് ആ ഒരു വാറിലല്ലേ കമ്മിറ്റ് ചെയ്യേണ്ടത്, ആ ഒരു സമയത്ത് ഇതാണോ ഫോക്കസ് ആവേണ്ടത്. ലൈക്ക് വയലറ്റിന് ഹെൽപ്പ് വേണം, ബട്ട് ദാറ്റ് ഡസൻ മീൻ ഹി ഷുഡ് ലീവ് ദോസ് പീപ്പിൾ അറൗണ്ട്. സോ അങ്ങനെയും ഒരു ആംഗിൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിൾ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് റെക്കഗ്നൈസിങ് ഇൻ തേർഡ് ബുക്ക്. തേർഡ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട് നമുക്ക് വി കാണ്ട് ഹെൽപ്പ് ഇറ്റ്. നമ്മൾ തേർഡ് ബുക്കും സെക്കൻഡ് ബുക്കൊക്കെ വായിക്കുമ്പോൾ വി കാണ്ട് ഹെൽപ്പ് ഇറ്റ്, വി ഡു കെയർ അബൌട്ട് വയലറ്റ് ഈവൻ ദോ അവൾ അങ്ങനെയൊക്കെ ആണെങ്കിലും വി ഡു കെയർ അബൌട്ട് ഇറ്റ്. സോ ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ് ടു ഫൈൻഡ് ഔട്ട്. ലൈക്ക് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നത് തേർഡ് ബുക്കിൻ്റെ എൻഡിങ് വായിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി മാഡ്, യു വിൽ ബി സോ
സോ മാഡ്. ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ആഫ്റ്റർ പ്ലോട്ട് ട്വിസ്റ്റ് ആണ്. ആൻഡ് ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനുള്ള ഒരു ക്ലോഷറും നമുക്ക് തരുന്നില്ല. സോ ആ ഒരു ബുക്കിനെന്ന് പറയുന്നത് ക്ലോഷറും ഇല്ല, ബട്ട് ദർ ഇസ് പ്ലോട്ട് ട്വിസ്റ്റ്. വി നീഡ് ആൻസേഴ്സ്. സോ യു വിൽ ബി സോ മാഡ് റീഡിങ്. അതുകൊണ്ടാണ് ചിലവർക്ക് ഒനിക് സ്റ്റോം ഇഷ്ടമാവാത്തത്, കാരണം തീരെ ആൻസേഴ്സ് കിട്ടാത്തതുകൊണ്ട്. ആൻഡ് ആ ഒരു സെയിം പേസിങ് സെക്കൻഡ് ബുക്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് തേർഡ് ബുക്കിൽ. സോ നത്തിങ് ന്യൂ ഇസ് ഹാപ്പനിങ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടുമായിരിക്കും തേർഡ് ബുക്ക് ഇഷ്ടമാവുന്നത്. തേർഡ് ബുക്കിൽ ഒരു 60-70% എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ബട്ട് ദെൻ ആ ഒരു ഇൻട്രസ്റ്റ് അഗെയിൻ ലോസ്റ്റ് ആഫ്റ്റർ സം പാർട്ട്. അപ്പോൾ മൊത്തത്തിൽ കുറച്ച് ബോറടിക്കുന്ന ഒരു ബുക്കായിരുന്നു തേർഡ് ബുക്ക്. സെക്കൻഡ് ബുക്കിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ബോറടിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഇറ്റ്സ് എ 3.5 സ്റ്റാർ ആൻഡ് സെക്കൻഡ് ബുക്ക് ഇസ് എ 4 സ്റ്റാർ. സോ ഈ സീരീസ് പോകുന്നതെന്നുള്ള 4.2, 4, 3.5 ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഐ ഡോണ്ട് നോ നെക്സ്റ്റ് 2 ബുക്ക് ഇതിനൊക്കെ റെഡീം ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ബുക്ക് വാസ് ദ സ്ട്രോങ്ങസ്റ്റ് ബുക്ക് എമംഗ് ദിസ് സീരീസ്, അതിൽ നോ ഡൗട്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ബുക്ക് വായിച്ച് സ്റ്റാൻഡ് അലോൺ ആയി നിർത്തുന്നുണ്ടെങ്കിൽ നല്ല തീരുമാനം. സെക്കൻഡ് ബുക്ക് വായിക്കണം എന്നില്ല. ബട്ട് സെക്കൻഡ് ബുക്ക് ഇഫ് യു വാണ്ട് ആ വേൾഡ് ബിൽഡിങ് നിങ്ങൾക്ക് അത്രയും ഇഷ്ടമായി, യു നീഡ് സംതിങ് ടു റീഡ് അബൌട്ട്, ലൈക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി ഇനിയും വായിക്കണം, യു ലവ് വയലറ്റ് ആൻഡ് സെയ്ഡൻ, യു നീഡ് ടു റീഡ് അബൌട്ട് ദം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ബുക്കും തേർഡ് ബുക്കും എടുക്കാം. അതുപോലെ എന്നെ പോലെ വേൾഡ് ബിൽഡിങ് അത്രയും ഇഷ്ടമായി, നിങ്ങൾക്ക് ആ വേൾഡിലുള്ള എന്തും ഞാൻ വായിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ യു ക്യാൻ പിക്കപ്പ് സെക്കൻഡ് ബുക്ക് ആൻഡ് തേർഡ് ബുക്ക്. സോ ടോട്ടലി ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് സീരീസ്, ആവറേജ് സീരീസ്, ബട്ട് ഹാവ് ലോട്ട്സ് ഓഫ് പൊട്ടൻഷ്യൽ. അത് നന്നായിട്ട് അടുത്ത 2 ബുക്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വുഡ് ബി എ വെരി ഗുഡ് സീരീസ്. സോ നമുക്കത് റിലീസ് ആയാലേ അറിയുള്ളൂ. പിന്നെ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, സെക്കൻഡ് ബുക്ക് വായിച്ചവരാണെന്നുണ്ടെങ്കിൽ, തേർഡ് ബുക്ക് വായിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഐ തിങ്ക് യു ഷുഡ് ഐദർ സെക്കൻഡ് ബുക്കിൻ്റെ ഒന്നുകൂടി റീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വലിയ ഡെപ്ത് ആയിട്ടുള്ള ഒരു റീക്യാപ്പെങ്കിലും കാണണം. കാരണം തേർഡ് ബുക്ക് വായിക്കുമ്പോൾ ഫസ്റ്റത്തെ കുറച്ച് ഭാഗം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ലൈക്ക് സെക്കൻഡത്തെ പലതും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. അതുപോലെ അല്ല, നിങ്ങൾ ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ think you should not read third book now. ഫോർത്ത് ബുക്ക് റിലീസ് ആയതിനു ശേഷം യു ക്യാൻ റീഡ് തേർഡ് ബുക്ക്. കാരണം തേർഡ് ബുക്കിൽ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ബുക്കിൽ നിന്ന് ഒരു ആൻസേഴ്സും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ തേർഡ് ബുക്ക് ഇപ്പോൾ വായിക്കേണ്ട ആവശ്യമില്ല. തേർഡ് ബുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസേ തരുന്നുള്ളൂ. സോ ആ ഫോർത്ത് ബുക്ക് വരുന്നവരെ യു വിൽ ഹാവ് ടു വെയിറ്റ്. സോ അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം തേർഡ് ബുക്ക് വായിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ടിപ്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഫോർത്ത് വിങ് വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയൺ ഫ്ലെയിം വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒനിക് സ്റ്റോമും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഈ മൊത്തത്തിൽ സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് another one. Till then, bye bye and take care.